10 ചെറിയ ഫൈനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യുക. ചെറിയ ചെറിയ ഗോൾസ്. ഇന്നത്തെ മാസം അല്ലെങ്കിൽ ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് എൻ്റെ പോക്കറ്റിൽ ഇത്ര രൂപ സേവിങ്സ് ആയിട്ടുണ്ടാവും. ഈ രീതിയിൽ ഏറ്റവും ചെറിയ ഗോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നാണെങ്കിൽ അതിൽ ഇത്ര രൂപ 2 മാസം കൊണ്ട് സേവ് ആക്കും. ഈ രീതിയിലൊക്കെ ചെറിയ ചെറിയ ഗോൾസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യാം. ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ ഏതൊരു കാര്യവും ഏതൊരു വിഷയവും ഹെവി ആയിട്ടേ തോന്നുള്ളൂ. കഴിയുന്നത് പോലെ എല്ലാം ചെയ്യാനായിട്ട് നോക്കുക. അതാണല്ലോ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. 11 നിങ്ങളുടെ വില അല്ലെങ്കിൽ നിങ്ങളുടെ വേർത്ത് ഒക്കെയും പണത്തിൻ്റെ ചുറ്റും കെട്ടാതിരിക്കുക. പൈസ ഉണ്ടായാലും മാത്രമേ എനിക്ക് വാല്യൂ ഉള്ളൂ എന്ന് സ്വയം വിശ്വസിക്കാതിരിക്കുക. അങ്ങനെയല്ല. നമ്മൾ ശരിക്കും ഒരുപാട് വിലപിടിപ്പുള്ളൊരു വസ്തു തന്നെയാണ്. നമ്മളത് പണവുമായിട്ട് നമുക്കൊരിക്കലും പണം കൊടുത്ത് ഒരാളുടെ സ്നേഹമോ അല്ലെങ്കിൽ ഒരാളെ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റില്ല. നമ്മളായിട്ട് നമ്മളെക്കുറിച്ച് ആ രീതിയിൽ തിങ്ക് ചെയ്യാതിരിക്കുക. പണമുണ്ടായാൽ മാത്രമേ എനിക്ക് വിലയുള്ളൂ, പണമില്ലെങ്കിൽ എനിക്ക് ഒരു വിലയും ഉണ്ടാവില്ല. ഈ രീതിയിൽ തിങ്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പണം വേണോ? പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. നെഗറ്റീവായിട്ടുള്ള തോട്ട് കൊടുക്കാതിരിക്കാം. വരുന്നൊരു കാര്യമാണ്, എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട്, എനിക്ക് പണമില്ലാത്തത് കൊണ്ട് എന്നോട് ഇന്ന ആൾക്കാർ ഇന്ന പോലെയാണ് പെരുമാറുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലുള്ള ഇന്ന ആൾക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വീട്ടിൽ സമ്പത്തുണ്ട്, അതുകൊണ്ട് തന്നെ അവരോട് വലിയ കാര്യമാണ്. എനിക്ക് പണമില്ലാത്തത് കൊണ്ട് വല്ലാത്ത ദുരിതമാണിത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരാറുണ്ട്. നിങ്ങളോട് നെഗറ്റീവായിട്ട് ആൾക്കാർ പെരുമാറുന്നുണ്ടെങ്കിൽ, പണമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു വിലയും തരുന്നില്ല എന്നാണെങ്കിൽ ആ ഒരു കാര്യം ഫ്യൂവലായിട്ട് ഉപയോഗിക്കുക, ഇന്ധനമായിട്ട് ഉപയോഗിക്കുക. എന്തിന്? പണം ഉണ്ടാക്കാൻ വേണ്ടി. അവർ ചെയ്യുന്ന അതേപോലെ സ്വന്തത്തോട് നെഗറ്റീവായിട്ട് പെരുമാറാതിരിക്കുക. അതായത് അവർ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നു, ചെയ്യുന്നു, അതുപോലെ തന്നെ അവനവനോട് സംസാരിക്കാതിരിക്കുക. അവനവനോട് ഓക്കെ, നിന്നോട് പെരുമാറുന്ന ഇങ്ങനെ മോശമായിട്ട് കാണിക്കുന്ന ആൾക്കാരുടെ മുൻപിൽ നീ നിവർന്നു നിൽക്കണം എന്ന് മാത്രം സംസാരിക്കുക.